ഹലോ ഓൾ വെൽക്കം ടു യൂട്യൂബ് ചാനൽ ജമൻ സഫാരി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ഹോം ടൂറാണ്. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോം ടൂർ ചെയ്യണമെന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ച വീഡിയോ തന്നെയാണ്. അപ്പോൾ ഇന്ന് ഹോം ടൂർ വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ ഞങ്ങളവിടെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. സെക്കൻഡ് ഫ്ലോറിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ ലിഫ്റ്റ് ഇല്ല, പക്ഷേങ്കിൽ ഒരുപാട് സ്റ്റെപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കയറി വരാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് വഴിയാണ് കയറി വരുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നു 5 ഫ്ലോർസ് വരെയാണ് ഉള്ളത്. അപ്പം നമ്മൾ ഉള്ളത് സെക്കൻഡ് ഫ്ലോറിലാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ട് ഡോറ്. ഇവിടെ ഡെലിവറിക്കൊക്കെ വരുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പേരൊക്കെയുണ്ട്. താഴെയും ഉണ്ട്, പേര് എഴുതി വെച്ചിട്ടുണ്ട്. മുകളിലും പേര് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട് ഡോറ് കയറി ഞാൻ ഉള്ളിലെത്തി. അപ്പോൾ ഇത് ഇവിടെ നിൽക്കുന്നത് നമ്മളൊരു ചെറിയൊരു ഹോളല്ല, ഒരു പാത്ത് വേ എന്നൊക്കെ പറയുന്ന പോലത്തെ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് കണ്ടോ, നമ്മളെ താഴെ ഞാൻ പറഞ്ഞില്ലേ, താഴെ നമുക്ക് എല്ലാ അപ്പാർട്ട്മെന്റിലെ ആൾക്കാർക്കും ഒരു പേര് എഴുതി വെച്ചിട്ട് ഒരു ബെല്ല് പ്രസ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഡെലിവറി അല്ലെങ്കിൽ എന്തെങ്കിലും ലെറ്റർ കൊണ്ടുവരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മളെ കാണാൻ വരുന്ന വിസിറ്റേഴ്സ്. അപ്പോൾ അവർ നമ്മളെ നെയിം പ്ലേറ്റിൻ്റെ അടുത്തുള്ള ബെല്ല് അമർത്തി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കോൾ വരും. അപ്പോൾ നമ്മൾ ഫോൺ എടുത്തിട്ട് ഇവിടെ കണ്ട 3 സ്വിച്ച് ഉണ്ട്. ഒന്ന് പറഞ്ഞത് ലോക്കിന്റെ സ്വിച്ച് ആണ്. അപ്പൊ നമ്മളിത് ലോക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അൺലോക്ക് ആവും. ഈ 3 ബട്ടണാണ് ഉള്ളത്. അപ്പൊ ഇതാണ് നമ്മൾ കയറി കഴിഞ്ഞാൽ തന്നെ കാണുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഷെൽഫ് പോലെ കാര്യങ്ങളുണ്ട്. അവിടെ ഞങ്ങൾ ചെറിയ സാധനങ്ങളൊക്കെ വെക്കും. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ജാക്കറ്റും കാര്യങ്ങളും ഇല്ലാതെ നമുക്ക് ഡെയിലി പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ജാക്കറ്റൊക്കെ എന്താ പറയാ, ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹാങ്ങർ ടൈപ്പ് സംഭവം ഇവിടെ ഉണ്ട്. അപ്പൊ അടുത്ത നമുക്ക് നമ്മളെ ഹാളിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഹാൾ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്പേസ് ഉണ്ട്, ടേബിളും ചെയറൊക്കെ ഉള്ളത്. പിന്നെ എന്ന് പറയുന്നത് ഒരു സോഫ ഏരിയ. ഇവിടെ നമുക്ക് ഇരുന്നിട്ട് ഇവിടെ ടി വി ഉണ്ട്, വലിയൊരു ടി വി ഉണ്ട്. അപ്പൊ അവിടെ ഇരുന്നിട്ട് നമുക്ക് ടി വി ഒക്കെ കാണാൻ പറ്റിയ ഒരു ഏരിയ ആണ് ഇത്. പിന്നെ എന്ന് പറഞ്ഞാല് പിന്നെ ഇവിടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം ചോദിച്ചു വാർഡ്രോബ് വന്നു, പക്ഷെ അല്ല, ഇത് നമ്മളിപ്പോൾ ഒരു ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് നമുക്കിത് ഒരു ബെഡായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് പ്രസ് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ബെഡായിട്ട് കിട്ടും. ഒരു എന്തായാലും 2 പേർക്ക് കിടക്കാൻ പറ്റുന്ന അത്ര വലിപ്പത്തിൽ. ഇത് നല്ല കാര്യമാണ്. പെട്ടെന്ന് നിങ്ങളെ വീട്ടിൽ നിന്ന് ആരെങ്കിലും അല്ലെങ്കിൽ റിലേറ്റീവ്സോ ആരെങ്കിലും വരികയാണെങ്കിൽ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു സംഭവം അടിപൊളിയാണ്. പിന്നെന്ന് പറയുന്നത് ഒരു ചെറിയ ബാൽക്കണി ഉണ്ട്. അപ്പോൾ പുറത്ത് ഈ ഒരു സ്പേസ് മെയിനായിട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകതയാണ്. ജർമ്മനിയിൽ മാത്രം കണ്ടുവരുന്നതോളം എനിക്കറിയില്ല. പക്ഷേ ഇവിടെ ജർമ്മനിയിൽ പാവപ്പെട്ടവൻ്റെ വീട്ടിലാണെങ്കിലും പണക്കാരൻ്റെ വീട്ടിലാണെങ്കിലും എല്ലാവരുടെ വീടുകളിലും ഈ വിൻഡോസും ഇങ്ങനത്തെ ടൈപ്പ് ഡോർസും ഒരുപോലെ ഇരിക്കും. എന്താ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പം ഞാനിങ്ങനെ സാധാരണ പോലെ തുറന്നു, ഇനിയിപ്പോൾ ഇങ്ങനെ അടച്ചിട്ട് ഇങ്ങനെ മേലോട്ടാക്കിയിട്ട് കണ്ടോ, ഞങ്ങൾ ആദ്യം വിചാരിച്ചത് പൊട്ടിയതെന്ന് സത്യം പറഞ്ഞാല്. കാരണം ഇത് എല്ലാ വീട്ടിലുള്ള സിസ്റ്റാണിത്. ഇത് പാർഷ്യൽ വെന്റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പകുതി ജനലൊക്കെ തുറന്നിടുമല്ലോ, ആ ഒരു ടൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പകുതി നമുക്ക് തുറന്നിടാൻ വേണ്ടിയിട്ടുള്ള അവസ്ഥയിലുള്ള ഒരു ടിൽറ്റിങ്, എന്താ പറയുക, ഡോറ് ടിൽറ്റായിട്ട് വരും. പക്ഷെ നമ്മൾ ആദ്യം വിചാരിച്ചത് പൊട്ടിയെന്നാണ്. പക്ഷെ ഇത് പൊട്ടിയതല്ല, എല്ലാ വീടുകളിലും ഇങ്ങനെ തന്നെയാണ്. അപ്പം മേലോട്ടാക്കി കഴിഞ്ഞിട്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പൊസിഷനിലായി കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. താഴോട്ടാക്കി കഴിഞ്ഞാൽ ഡോർ ലോക്കായി. അങ്ങനെയാണത്. പിന്നെ ഇവിടെ തന്നെ നമുക്ക് ചെറിയൊരു പ്രാർത്ഥിക്കേണ്ട ഒരു സ്ഥലം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വിളക്ക് നമ്മളെ കയ്യിൽ എത്തിയില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് അവർ കൊറിയർ അയച്ചിട്ടുണ്ട് അച്ഛൻ. അപ്പോൾ ആ ഒരു സെറ്റിൻ്റെ അകത്ത് വിളക്കൊക്കെ വരും. അപ്പോൾ പിന്നെ വിളക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വന്ന് പ്രാർത്ഥിക്കൽ മാത്രമേ ഉള്ളൂ. വിളക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കത്തിച്ച് പ്രാർത്ഥിക്കാനൊക്കെയാണ് പ്ലാൻ ഉള്ളത്. അപ്പോൾ അടുത്ത് നമുക്ക് നമ്മളെ ബെഡ്റൂമിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഞങ്ങളെ ബെഡ്റൂം. വെച്ചാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയ ബെഡ്റൂം തന്നെയാണ്. എന്താ പറയുക, ഈ കാണുന്ന ഫോട്ടോഗ്രാഫ്സും അതൊക്കെ അവർ തന്നെ നമുക്ക് സെറ്റാക്കി തന്നതാണ്. ഒരു ഭയങ്കര വെളിച്ചമൊക്കെ ഉണ്ട് ഇവിടെ കിട്ടുന്നത്. പിന്നെ ഇതൊക്കെ വാർഡ്രോബാണ്. ഈ ഏകദേശം ഒരു 3 വാർഡ്രോബ് ഉണ്ട്. ഇതിനകത്തൊക്കെ ഞങ്ങളെ ക്ലോത്തും അങ്ങനെ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ അവിടെയും ഒരു ടി വി ഉണ്ട്. ഇത് ടി വി ഒന്നും ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. നമുക്ക് ഒന്നാമെന്ന് വെച്ചാൽ ജർമ്മൻ ചാനൽ മാത്രമേ കിട്ടൂ. എന്ന് വെച്ചാൽ രണ്ടാമത്തെ കാര്യം, ബെഡ്റൂമിൽ നിന്നും ടി വി ഒന്നും കാണുന്നത് നമുക്ക് പണ്ടേ ശീലമില്ല. അപ്പൊ പിന്നെ ഈ ഒരു ടി വി നമുക്ക് സത്യം പറഞ്ഞാൽ വേസ്റ്റ് ആണ്. നമ്മൾ ഹാളിലെ ടി വി മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ എൻ്റെ ഫേവറേറ്റ് പാർട്ട്, വലിയൊരു മിറർ ഉണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വീട്ടിൽ വലിയ മിറർ വേണമെന്ന്. അപ്പോൾ ഇനിയാണ് നമ്മളെ കിച്ചൺ. ഇതാണ് കിച്ചൺ.
കിച്ചൺ എന്ന് പറയുന്നതും ഏകദേശം സ്പേഷ്യസ് തന്നെയാണ്. നമ്മൾ ബാംഗ്ലൂരൊക്കെ നിൽക്കുന്നത് ഇത്ര വലിയ കിച്ചൺ ആയിരുന്നില്ല. ഇപ്പൊ ഇവിടെ കുറെ എന്ന് പറയാം ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ടുള്ള കിച്ചൺ ഒന്നും അല്ലാത്തതുകൊണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമുക്ക് നല്ല രീതിയിൽ അധികം പാത്രങ്ങളൊന്നും അലങ്കോലപ്പെടാതെ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇവിടെ കുറെ എന്താ പറയാ കിച്ചൺ ക്യാബിൻസ് ഉണ്ട്, സാധനങ്ങളൊക്കെ വെക്കാൻ ഉള്ള കുറെ ക്യാബിൻസ് ഉണ്ട്. പിന്നെ മെയിനായിട്ട് ഇവിടെ പറയാനുള്ളതാണ് നമ്മളെ ഈ ഒരു സാധനം, ഇതാണ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഇതിപ്പോ ഇതെന്ന് വെച്ചാൽ ഈ വാട്ടർ ഫിൽറ്റർ എന്ന് വെച്ചാൽ ആദ്യത്തെ ഞങ്ങൾ വന്ന 2 ആഴ്ച ഞങ്ങൾ ടാപ്പ് വാട്ടർ തന്നെയാണ് കുടിച്ചുകൊണ്ടിരുന്നത്. അത് കുടിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെങ്കിൽ നമുക്ക് ഹാർഡ് വാട്ടർ ആണത്. അത് നമുക്ക് കുടിക്കുമ്പോൾ തന്നെ നമുക്കൊരു ടേസ്റ്റ്, നമുക്ക് ക്ലോറിൻ അങ്ങനത്തെ ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷെ ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം തോന്നി. ഹെൽത്തിന് വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാന്ന് നമുക്കറിയാം. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ കെറ്റിൽ യൂസ് ചെയ്യുമല്ലോ, കെറ്റിലിനകത്ത് നമ്മൾ ഈ വെള്ളം ചൂടാക്കിയിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് അതിനകത്ത് അതിന്റെ പാർട്ടിക്കിൾസ് അടിയിൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് കിടന്ന്, അപ്പൊ നമുക്കത് കാണുമ്പോൾ വലിയ ഇതിനകത്ത് എന്തോ മോശമായ പാർട്ടിക്കിൾസ് ആണെന്ന് നമ്മളെ ഒരു വൈറ്റ് കളറുള്ള ഒരു എന്താ പറയുക ഒരു പാർട്ടിക്കിൾസ് ഇങ്ങനെ നമുക്ക് വെള്ളത്തിൽ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റുന്നു. അപ്പൊ ഞാനിത് ഓഫീസിലെ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ, ഇവിടെയുള്ള ജർമ്മൻസിന്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് ഇങ്ങനെ ഹാർഡ് വാട്ടർ ആണ്. അപ്പൊ അതിനകത്ത് നമ്മൾ ചൂടാക്കുമ്പോൾ ഈ കാൽഷ്യം എന്നൊക്കെ പറഞ്ഞ സമയത്ത് കാൽഷ്യം ആണ് ഈ ഡെപ്പോസിറ്റ് ചെയ്ത് കിടക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ അത് വലിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്ന കാര്യമൊന്നുമല്ല, അത് അങ്ങനെയാണ് വെള്ളം ചൂടാക്കുമ്പോൾ ഉണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ കുറച്ച് പിന്നെ റിസർച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു വാട്ടർ ഫിൽറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹാർഡ് വാട്ടറിനെ സോഫ്റ്റ് വാട്ടർ ആക്കും എന്ന് കണ്ട ആ ഒരു പ്യൂരിഫയർ ആണിത്. ഇത് നമ്മൾ ഇതിനകത്ത് ഒന്നുമില്ല, ഇതിനകത്ത് നമ്മൾ വെള്ളം ഒഴിക്കുക, പിന്നെ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഫിൽട്ടർ ചെയ്ത് ഈ ഒരു പോർഷനിലേക്ക് വരും. ഈ വെള്ളം നമുക്ക് നോർമലായിട്ട് കുടിക്കാൻ വേണ്ടി പറ്റും. ഇത് നമ്മൾ സാധാരണ കെറ്റിലൊക്കെ എടുത്ത് ചൂടാക്കിയിട്ടാണ് ഈ ഒരു വെള്ളമാണ് ഇപ്പൊ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലായി. ഹാർഡ് വാട്ടർ കുടിക്കുമ്പോഴുള്ളതും നമ്മളെ സാധാരണ വെള്ളം കുടിക്കുമ്പോഴുള്ള ആ ഒരു വ്യത്യാസം നമ്മൾ കുടിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ കണ്ടോ, ഇവിടെ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ കിച്ചൺ ക്യാബിൻസിന്റെ ഭാഗമായിട്ട് വരുന്ന സംഭവമാണെന്ന്. അല്ല, ഇവിടെയുള്ള ഏകദേശം ഒട്ടുമിക്ക വീടുകളിലും ഈ ഒരു സിസ്റ്റം ആണുള്ളത്. സാധാരണ നമ്മളെ നാട്ടില് ചെറിയൊരു ഫ്രിഡ്ജാണ്. അപ്പൊ ഇത് ഇതുമായിട്ട് ഈ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഫ്രിഡ്ജാണ്. ഇനി അടുത്ത് നിങ്ങൾ വിചാരിക്കും അടുത്തൊരു കിച്ചൺ ക്യാബിന്റെ എന്താ കഴിയിട്ട് നമ്മളെ, പക്ഷെ അല്ല, ഇതാണ് വാഷിംഗ് മെഷീൻ. അപ്പൊ ഈ ഫ്രിഡ്ജും കണ്ട് ഇതുവരെ ഉണ്ടാവും ഇവിടെ ക്ലിപ്പൊക്കെ ചെയ്ത് ഇതുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഇവർ ഈ വീട് എടുക്കുമ്പോൾ തന്നെ ഇത് ഒക്കെ ഒരുമിച്ച് കിട്ടേണ്ട രീതിയിൽ എങ്ങനെയോ എടുക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെയാണ് നമ്മൾ ഇതുവരെ വന്നിട്ട് തൊട്ടുപോലും നോക്കാത്തൊരു സംഭവം, നമ്മളെ എന്താ പറയാ ഡിഷ് വാഷർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇവിടെ. പക്ഷെ ഇതിന്റെ ഉപയോഗം നമുക്കില്ല, കാരണം നമ്മൾ 2 പേരാണുള്ളത്. അപ്പൊ കൂടിപ്പോയിക്കുന്ന ഒരു 5-6 പാത്രങ്ങളുണ്ട്. ഈ 5-6 പാത്രത്തിന് ഈ ഡിഷ് വാഷർ 1 hour എടുത്തിട്ടാണ് മിനിമം 2 മണിക്കൂറോ 3 മണിക്കൂറോ ഒക്കെ വേണം നല്ല വൃത്തിയായിട്ട് ഇട്ടാൽ. ഈ 1 hour എടുത്തിട്ടാണ് ഇതൊക്കെ ക്ലീൻ ചെയ്ത് വരുന്നത്. ആ ഒരു പാത്രം ക്ലീൻ ചെയ്ത് 4-5 പാത്രം ക്ലീൻ ചെയ്യാൻ ഇത്രയും വലിയ ഡിഷ് വാഷറിന്റെ ആവശ്യമൊന്നുമില്ല. വലിയ വലിയ ഹോട്ടൽസും കമ്പനീസിനും ഒക്കെ ആണെങ്കിലും ഓക്കെ, പക്ഷെ ഇവിടെ ഇതിന്റെ ആവശ്യം ഉണ്ടായെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഈ ഏരിയ ആണ് നമ്മളെ കുക്കിങ്ങിന്റെ എന്താ പറയാ ഇൻഡക്ഷൻ എന്താ പറയാ കുക്ക് ചെയ്യുന്ന, മെയിനായിട്ട് കുക്ക് ചെയ്യുന്ന സ്ഥലം. ഇത് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അടിച്ചിട്ട് ഇവിടെ ഫാൻ ഓൺ ചെയ്യണം. അപ്പൊ ഫാൻ ഓൺ ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുള്ള പുകയൊക്കെ ഉണ്ടല്ലോ അതങ്ങ് വലിച്ചെടുത്തോളും. കാരണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇവിടെയുള്ള എന്താ പറയാ നമ്മളെ സ്മോക്ക് ഡിറ്റക്ടർ ഡിറ്റക്ട് ചെയ്തിട്ട് അലാം റിങ് ചെയ്യാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് എപ്പോഴും ചെയ്യുമ്പോഴത് എപ്പോഴും ഓൺ ആക്കിയിട്ട് ചെയ്യാം. പിന്നെ ഈ ഒരു ഞാനിപ്പോ ഇങ്ങനത്തെ ടൈപ്പ് ഇൻഡക്ഷൻ കുക്കർ കുക്ക് ടോപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ എപ്പോഴും നമ്മൾ എന്ത് കുക്ക് ചെയ്താലും ഇതിന്റെ മേളിൽ മൊത്തം സ്ക്രാച്ച് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഇവിടെ വരുന്നതിന് മുന്നേ ഇതിന് മുന്നത്തെ നിന്ന ടെനന്റ് ഈ ഒരു പോർഷൻ മൊത്തമായിട്ട് കംപ്ലീറ്റ് വൃത്തികേടാക്കിയിട്ടാണ് പോയത്. എന്റെ അത് ഓണർ പറഞ്ഞു അവർക്കും വൃത്തിയാക്കാൻ പറ്റുന്നില്ലെന്ന്. പക്ഷെ ഞാൻ ഓൺലൈനിൽ സെർച്ച് ചെയ്തിട്ട് കിട്ടിയ ഒരു അടിപൊളി സാധനമാണ് ഈ ഒരു സാധനം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉപകരിക്കും എനിക്ക് തോന്നുന്നു. സെറാക്ലി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് യൂസ് ചെയ്തിട്ട് എത്ര കട്ടി പിടിച്ച കറകൾ പോലും ഈ ഒരു ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് നമുക്ക് പോക്കാൻ വേണ്ടി പറ്റും. ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് മാത്രമല്ല, നമ്മളെ സാധാരണ ഗ്യാസിന്റെ മേലുള്ള ആ പറ്റിപ്പിടിച്ച സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ, നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ടാകുന്ന ആ ഒരു സംഭവം ഇത് വെച്ചിട്ട് പോക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് നാട്ടിലെ നിങ്ങൾ കാണുന്നവരെ എവിടെയും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം വളരെ ഉപകാരപ്പെട്ട ഒരു സംഭവമാണ്. പിന്നെ ഇവിടെ ഒരു മൈക്രോവേവും ഉണ്ട്. ഇതുമായിട്ട് ഇതിന്റെ കുക്ക് ടോപ്പിന്റെ താഴെ തന്നെ മൈക്രോവേവ്, നമുക്കതകം ഫുഡ് ചൂടാക്കാനും ഗ്രില്ല് ചെയ്യാനും അങ്ങനെയൊക്കെ കാര്യത്തിന് ഈ മൈക്രോവേവ് യൂസ് ചെയ്യാം. പക്ഷെ എല്ലാം ഇൻസ്ട്രക്ഷൻസ് കംപ്ലീറ്റ് അതിനുള്ള ബട്ടണൊക്കെ ജർമ്മനിലാണ്, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യണം. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന എന്തോ മെഷീനാണ്. ഇവിടുത്തെ ഹോൾ നമ്മൾ സെൻട്രലൈസ്ഡ് ടെമ്പറേച്ചർ കൺട്രോൾ ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇത് വെച്ചിട്ടാണ് ഇതൊന്നും കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ എന്ന് പറയുന്നത് ഇവിടെ ചെറിയൊരു എന്താ പറയുക നമ്മുടെ ഡൈനിങ് ഏരിയ പോലെ, ഡൈനിങ് അല്ല ഒരു ടേബിളും നമ്മൾ ഇവിടെ ഇരുന്നിട്ടാണ് ഫുഡൊക്കെ കഴിക്കാറുള്ളത്. അപ്പൊ ഇതാണ് ഇവിടുത്തെ കിച്ചൺ. ചെറിയൊരു എന്നാല് കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചണാണ്.
ഇനി അടുത്തതാണ് ഇവിടുത്തെ ബാത്റൂം. വാഷ്റൂം കമ്പാരിറ്റീവ്ലി ഈ ഒരു വീട്ടിന്റെ നമുക്ക് ഏറ്റവും വലിയ ഇഷ്ടമല്ലാത്തൊരു സ്ഥലമാണ് ഇത്. കാരണം എന്ന് വെച്ചാൽ ഇത് ഭയങ്കര ചെറിയൊരു ബാത്റൂമാണ്. കണ്ടാൽ മനസ്സിലാവും, ഇത്ര സ്പേസ് മാത്രമേ ഉള്ളൂ. പിന്നെ അതിനകത്ത് ഇവിടെ നമ്മളെ വാഷ് ബേസിൻ ഉണ്ട്, പിന്നെ ക്ലോസറ്റ് ഉണ്ട്. പിന്നെ അവിടെ ആണ് നമ്മളെ ഇതെന്താ പറയാ, എന്താ പറയുക, നമ്മൾ കുളിക്കേണ്ട സ്ഥലം. അവിടെ അങ്ങോട്ട് കുളിക്കുന്നത് അവിടെ കുറച്ച് സ്പേസ് ഉണ്ട്. പക്ഷെ എന്തായാലും കമ്പാരിറ്റീവ്ലി ഈ ഒരു ബാത്റൂം ഈ വീട് വെച്ചിട്ട് ഭയങ്കര സ്പേസ് കുറവുള്ളൊരു സ്ഥലമാണ്. അത് മാത്രമേ ഈ ഒരു വീട്ടിൽ നമുക്കൊരു കുറ്റമായിട്ട് പറയാനുള്ളൂ. ബാക്കിയൊക്കെ നല്ല കാര്യങ്ങളാണ്. അപ്പൊ ഇതായിരുന്നു ഞങ്ങളെ ഹോം ടൂർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതെന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഫുള്ളി ഫർണിഷ്ഡ് ആയ ഹോമാണ്. നിങ്ങൾക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എന്താ അപ്പാർട്ട്മെന്റ് ഇവിടെ അവൈലബിൾ ആണ്. അൺഫർണിഷ്ഡ് അപ്പാർട്ട്മെന്റ്, ഫുള്ളി ഫർണിഷ്ഡ്. അപ്പൊ നമ്മൾ പുതുതായിട്ട് ഇവിടെ വന്നതുകൊണ്ട് പിന്നെ അത് ഇവിടെ നമ്മൾ റിസ്ക് എടുക്കാൻ നിന്നില്ല. അൺഫർണിഷ്ഡ് എടുത്ത് നമ്മൾ A to Z കാര്യങ്ങൾ വരെ നമ്മൾ തന്നെ ചെയ്യണം. നമ്മൾ തന്നെ കാർപ്പൻറ്ററെ കൊണ്ടുവന്ന് വാർഡ്രോബ് സെറ്റ് ചെയ്യിപ്പിക്കണം, ബെഡ് നമ്മൾ വാങ്ങണം, എല്ലാം നമ്മൾ തന്നെ ആദ്യം മുതലേ ചെയ്യണം. അപ്പൊ നമ്മൾ പെട്ടെന്നൊരു പുതിയ സ്ഥലത്തേക്ക് വരുമ്പോൾ ഇതൊക്കെ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത് പോയി വലിയ പൈസ കൊടുത്തൊക്കെ വാങ്ങുന്നതൊക്കെ നമ്മളെ ഒരു ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് അഫോർഡബിൾ ആയിരുന്നില്ല. അപ്പൊ നമ്മൾ ഇവിടെ വന്ന് നമ്മളതായ രീതിയിൽ കുറച്ച് നാൾ നിന്ന് ഈ പല സ്ഥലത്തിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഒരു അൺഫർണിഷ്ഡ് വീടെടുത്ത് സെറ്റ് ആക്കാം എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഫർണിഷ്ഡ് വീട്ടിലേക്ക് ആദ്യം താമസിച്ച് പിന്നെ മാറാന്നുള്ള രീതിയിലാണ് ഈ ഒരു വീട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ് ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന വീടിന്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാൻ വേണ്ടി പറ്റും, ഇടാലോ. അപ്പോൾ നമുക്കത് മനസ്സിലാക്കിയിട്ട് നെക്സ്റ്റ് വീഡിയോയിലേക്ക് അതെന്തെങ്കിലും കറക്ഷൻസ് വേണമെങ്കിൽ അത് മാറ്റിയിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ എന്തെങ്കിലും സജഷൻസ് തരുവാണെങ്കിൽ നമ്മൾ അവതരണ രീതി മാറ്റണമെന്നോ അങ്ങനെ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് പറയാം. അപ്പൊ ഞങ്ങളത് എടുത്തിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ അത് തിരുത്തിയിട്ട് എടുക്കുന്നതായിരിക്കും. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, താങ്ക് യു.